ഹലോ ഗൈസ്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഡേ ഇൻ ദ ലൈഫ് ഓഫ് എ സ്കൂളിൽ പോകണ്ടാത്ത കുട്ടി. കാരണം ആ കുട്ടി കോളേജിലാണ് പഠിക്കുന്നത്. വമ്പൻ ചെളിയായി പോയല്ലേ. ഇനിയിപ്പോൾ സഹിച്ചോ, അല്ലാണ്ടെന്ന് പറയാനാ. അത് കഴിഞ്ഞ് ഞാൻ ഒരു ചായയും കുടിച്ച് റൂമിൽ കുറച്ച് ശുദ്ധവായു കയറാൻ വേണ്ടിയിട്ട് ജനലൊക്കെ തുറന്നിട്ടു. അത് കഴിഞ്ഞ് നേരെ വീണ്ടും അടുക്കളയിൽ പോയി. എന്തിനാണെന്നൊന്നും അറിയാൻ മേല പോയിട്ട് തിരിച്ചു കഴിയുന്ന വഴിക്ക് വീണ്ടും റൂം കണ്ടപ്പോൾ എനിക്കതൊന്ന് വൃത്തിയാക്കാൻ തോന്നി. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യണതാണ് ഗൈസ്. ഇത് ട്രാൻസിഷനാണ്, കണ്ടോ. അങ്ങനെ റൂമിൻ്റെ ഭംഗി കണ്ട് ഞാൻ സ്വയം എന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിച്ചുകൊണ്ട് 5 മിനിറ്റ് അവിടെ നിന്നു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. മാതാശ്രീ എന്നോട് എന്തോ പറഞ്ഞായിരുന്നു. അതെ ഗൈസ്, കറി തിളയ്ക്കുമ്പോൾ അത് മീനിടണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ അടുക്കളയിലോട്ടിടി. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്കിനി മീനിട്ട് കൊടുക്കാം. ഇന്നിപ്പോൾ ഞാൻ വെച്ച മീൻ കറിയാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ ക്രെഡിറ്റ് ഫുൾ എനിക്കെടുക്കാം. അത് കഴിഞ്ഞപ്പം വളരെ സാഹസികമായ ഒരു ജോലി എന്നെ മാതാശ്രീ ഏൽപ്പിച്ചു. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കഠിനമായ ജോലിയായിരുന്നു ഗൈസ്. ഒരു 10-20 മിനിറ്റ് പോയി എൻ്റെ. അങ്ങനെ അതും ഉപ്പിലിട്ട് നേരെ റൂമിലോട്ട് പോയപ്പം പോരാളി അവിടെ നിന്ന് തൂക്കുന്നു. ഇനിയും ഇതുപോലെ ഒത്തിരി തൂക്കാൻ വേണ്ടി ഞാൻ കുറേ പ്രോത്സാഹനം കൊടുത്തതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് പോയി വീണ്ടും. അതെ, ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഫ്രിഡ്ജ്. ചുമ്മാ പോയി തുറന്നു നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല ഗൈസ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ചുമ്മാ ഇരിക്കേണ്ട പ്രകൃതി ഭംഗി ആസ്വദിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ഉമ്മ തരുവാണോ? അങ്ങനെ കുറച്ച് നേരം പിള്ളേരോടെ കളിച്ച് അടുത്തിരിക്കുന്ന മീൻപട്ടയിലോട്ട് കുറച്ച് മണ്ണ് വാരിയിട്ടാലോ എന്ന ദുഷ്ടചന്ത എൻ്റെ മനസ്സിൽ വന്നു. പക്ഷെ അങ്ങനൊന്നും ചെയ്തുകൂടെ ഗൈസ്, തെറ്റാണ്. പിന്നെ അപ്പുറത്ത് പോയി പൂച്ചക്കുട്ടന്മാരെ നോക്കിയപ്പോൾ എല്ലാവരും ഉറക്കുക. അതുകൊണ്ട് അവരെ ശല്യം ചെയ്യാതെ ഞാൻ വീണ്ടും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങി. അവരുടെ പ്രകൃതി സ്നേഹം കാണണമെങ്കിൽ ഈ തറയിലോട്ട് നോക്കിയത് കണ്ടോ, എല്ലാം പച്ചപ്പാണ്. കുറച്ച് നേരം കറങ്ങുന്ന ഫാനിനെ നോക്കി ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ചു. വേണ്ടായിരുന്നു, മൂടുപോയി. എന്നാൽ പിന്നെ കുറച്ച് ചോറ് കഴിച്ചേക്കാമെന്നും പറഞ്ഞിരുന്നു. ചോറ് കഴിക്കാനിരുന്നാൽ എനിക്ക് എന്തെങ്കിലും കാണാൻ വേണം. യൂട്യൂബാണ് മോസ്റ്റ്ലി കാണാറ്. 20 മിനിറ്റ് കൊണ്ട് തീരേണ്ട ഭക്ഷണം ഞാൻ 1 മണിക്കൂർ എടുത്ത് വീഡിയോ കണ്ട് അതിൽ 10-20 വട്ടം സ്കിപ്പ് അടിച്ച് കണ്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് തിന്ന് തീർത്തു ഗൈസ്. അങ്ങനെ ജോലിക്ക് പോകാൻ ഇറങ്ങി ഉമ്മയോ പാപ്പ മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് ടാറ്റയും പറഞ്ഞു വിട്ട്. എന്നാൽ ഇനിയൊരു സിനിമ ആണോയെന്ന് ചോദിച്ചാൽ സിനിമ കാണണമെങ്കിൽ ചവയ്ക്കാമല്ലോ ആണോ. പക്ഷേ എനിക്കൊരു അസുഖമുണ്ട് ഗൈസ്. എനിക്ക് പക്കാവട തിന്നുമ്പോൾ ചിപ്സ് തിന്നാൻ തോന്നും, ചിപ്സ് തിന്നുമ്പോൾ മിച്ചർ തിന്നാൻ തോന്നും. അങ്ങനെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഞാൻ പാട്ട മൊത്തം എടുത്തുകൊണ്ട് റൂമിൽ വന്നു. കോൾ ഡേയ്സ് എന്ന് പറയുന്ന കൊറിയൻ ത്രില്ലറാണ് കാണുന്നത്. അത്യാവശ്യം നല്ല പടമായിരുന്നു. ഈ പണ്ടേ കൊറിയൻ ത്രില്ലേഴ്സ് ഭയങ്കര ഇഷ്ടം. അതിന് വാപ്പ വന്ന് ചായ തരുമോ ചോദിച്ചു. കൊച്ചുപിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ നടത്തി. അങ്ങനെ ചായയും കുടിച്ചിരുന്നപ്പോൾ ഉമ്മ വന്നു. അപ്പോൾ കൊണ്ട് ഉമ്മ പാപ്പം മേടിച്ചുകൊണ്ട് വന്നില്ല. എനിക്ക് വിഷമമായി ഗൈസ്. ഞാൻ പിണങ്ങിപ്പോയി. എൻ്റെ പിണക്കം മാറ്റി ഉമ്മ ബർഗർ മേടിച്ചു. പിന്നെ ഒരു വീഡിയോ എടുത്ത് അതിന്ന് ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി രാത്രി ഒരു സിനിമ കണ്ടിട്ട് കിടക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് മൂടില്ല ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.